ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ മലൻ ടി വിക്കകത്ത് 4 ചാണക വേട്ടാവളിയന്മാർ ഒരു അടുപ്പ് കൂട്ടി ചർച്ച നടത്തി കഴിഞ്ഞ ദിവസം. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും. കേരളത്തിലെ ഇടതുപക്ഷം ഭരണം നിലനിർത്തുമോ അതോ UDF പിടിച്ചെടുക്കുമോ, അഥവാ ഇനിയിപ്പോൾ UDF പിടിച്ചെടുത്തു കഴിഞ്ഞാൽ 23 സീറ്റിലാണ് ഇവിടെ മുസ്ലിം ലീഗ് മത്സരിച്ചിരിക്കുന്നത്. അപ്പോൾ 23 സീറ്റിലും മുസ്ലിം ലീഗ് ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് നമ്മുടെ ഈ മലൻ ടി വി നമ്പ്യാരുടെ ഈ ഒരു സെപ്റ്റി ടാങ്കിനകത്ത് ഈ 4 വേട്ടാവളിയന്മാർ ഇരുന്നിട്ട് പറയുന്നത്. പച്ച വർഗീയതയാണ് ഇവന്മാർ പറയുന്നത്. കേരളത്തിൽ ആദ്യം പൊളിച്ചു മാറ്റേണ്ട സെപ്റ്റി ടാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലൻ ടി വി നമുക്ക് അക്ഷരം തെറ്റാതെ പറയാം. അതുപോലത്തെ അപരമത വിദ്വേഷമാണ് ഈ വേട്ടാവളിയന്മാരിരുന്നുകൊണ്ട് ഈ ചാനലിനകത്തൂടെ നിരന്തരം ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾ കേട്ട് മടുത്ത് എന്ന് വേണം പറയാൻ. ഇനിയിപ്പോൾ കേരളത്തിൽ UDF അധികാരത്തിൽ വന്നു, മുസ്ലിം ലീഗിന് 23 സീറ്റിൽ ജയിച്ചു, ഒരു മുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിം ലീഗ് ചോദിച്ചാൽ ഇവിടെ എന്താ തെറ്റ്? ഈ രാജ്യത്ത് ജനിച്ചു വളർന്നവരല്ലേ ഇവര്? അവർക്ക് ഇവിടുത്തെ ജനമല്ലേ വോട്ട് ചെയ്തത്? ഈ ന്യൂനപക്ഷമായിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള എത്രയോ ആളുകൾ കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടുണ്ട്. AK ആന്റണി, ഉമ്മൻചാണ്ടി, അങ്ങനെ എത്രയോ ആളുകൾ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയായിട്ടൊക്കെ കേരളത്തിൽ ഭരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ മുസ്ലിം ലീഗിന്റെ വക്താക്കളോ അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങളോ പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയെ ഇവിടെ മുഖ്യമന്ത്രിയാക്കാൻ പാടില്ല എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇതുപോലുള്ളവന്മാര് സത്യം പറയാം ഇങ്ങനെ തലയ്ക്ക് മതം പിടിച്ചിട്ട് ഈ വേട്ടാവളിയന്മാരെ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കോണ്ടല്ലോ. ഈ യോഗി ആദിത്യനാഥ് മറ്റേ ഉത്തർപ്രദേശിൽ നടത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഏതാ ബുൾഡോസർ രാജ്. അവിടെ ഇപ്പം ബുൾഡോസർ രാജിനെ അനുകൂലിച്ച് നടന്ന ആളുകളുടെ വീട് വരെ ഇടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുക. അയാൾ വലിയ കോപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി കിടപ്പാടം വരെ ഇടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുക. ജയ് ശ്രീറാം വിളിച്ച് മുദ്രാവാക്യം വിളിച്ച് അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ വീട് ഇടിച്ചു പൊളിച്ച അവരുടെ വീട് തന്നെ ഇടിച്ചു പൊളിച്ചിട്ട് അവർ നിലവിളിക്കുന്ന വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഈ മലൻ ടി വി പോലുള്ള അല്ലെങ്കിൽ കേരളത്തിലെ ഈ മാപ്ര മാധ്യമങ്ങളൊന്നും സംപ്രേഷണം ചെയ്യത്തില്ല. എന്താണെങ്കിലും നമുക്ക് ഈ അടുപ്പ് കൂട്ടി ചർച്ചയിൽ ഈ വേട്ടാവളിയന്മാർ പറയുന്ന ആ പച്ച വർഗീയത ഒന്ന് കേട്ടിട്ട് നമ്മുടെ കേരളത്തിലെ ജാതി മത ഭേദമന്യേ ഇവനെ പോലുള്ളവനെയൊക്കെ നമ്മൾ ഒറ്റപ്പെടുത്തണം. നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുപോയിക്കോളൂ. ഞാൻ ശ്യാമ് പറഞ്ഞൊരു കാര്യം ചില അവസാനിപ്പിച്ച് തുടങ്ങുകയാണ്. ഇപ്പം കുഞ്ഞാലിക്കുട്ടി നമ്മുടെ അടുത്ത മുഖ്യമന്ത്രിയായിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. എൻ്റെ ചോദ്യം, ഇപ്പോൾ ലീഗ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ അവകാശവാദം ഉന്നയിക്കുന്നില്ല. ലീഗിന് അങ്ങനെ ഒരു നിലപാടില്ല എന്ന് ലീഗ് പറയുന്നു. സതീശനെ മുൻനിർത്തി കൊണ്ടുവരുന്നു. എൻ്റെ ചോദ്യം, ഇതൊരു തന്ത്രമാണെങ്കിലോ? സതീശനെ മുൻനിർത്തി കൊണ്ടുവരികയും KCയെയും നമ്മുടെ രമേശ് ചെന്നിത്തലയും വെട്ടുകയും ചെയ്യുക. അല്ല, അവിടെ ഒന്ന് ഇടപെട്ട് പറഞ്ഞോട്ടെ. അവിടെ വേറൊരു വലിയ തമാശയുണ്ട്. അനുവേട്ടും പോയിന്റ് ചെയ്തു അത്. കാരണം ഈ കോൺഗ്രസിൽ പൊതിരടിയാണല്ലോ മുഖ്യമന്ത്രി സ്ഥാനത്ത് ചൊല്ലിക്കൊണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നേരത്തെ ഇങ്ങനെ ചരിത്ര പരിശോധിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. പറയാൻ പറ്റില്ല, അഖിലേന്ത്യാ നേതൃത്വം പറയാണ്. ഞാൻ അതിലേക്ക് വരുന്നത്. കാരണം 20 സീറ്റുകൾ അവർ നേടിയപ്പോൾ അവർക്ക് 5 മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വന്നു. 5ാം മന്ത്രിസ്ഥാന വിവാദം നമുക്കറിയാലോ. 20 ഇപ്പോൾ അവർ 24 23 സീറ്റുകൾ നേടില്ല എന്നാണ് നമ്മൾ കണക്കൂട്ടൽ. നേടിയാൽ അവർ ചോദിക്കുകയാണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസിന് 35 36 38 സീറ്റുകൾ നിൽക്കാം. 2011 38 സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ് 10 മന്ത്രിസ്ഥാനം കരസ്ഥമാക്കി. അന്ന് 20 സീറ്റുണ്ടായിരുന്ന മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനം കൊടുത്തപ്പോൾ അവർ വെച്ചത് അവരുടെ പകുതിയിലധികം സീറ്റുള്ള ഞങ്ങൾക്ക് പകുതി മന്ത്രിസ്ഥാനമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ലീഗ് ചോദിക്കുകയാണ്, 23 അല്ലെങ്കിൽ 24 സീറ്റുള്ള ഞങ്ങൾക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം ആയിക്കൂടാ? ഇവിടുത്തെ ഈ തർക്കം തീരുന്നത് വരെ 1 or 2 വർഷം അല്ലെങ്കിൽ 2 പകുതി ടൈം നമ്മൾ മുഖ്യമന്ത്രി ആയിരുന്നാൽ എന്ത് പ്രശ്നം? അല്ല, ഞാനതിനകത്ത് ഏറ്റവും ആശങ്കപ്പെടുന്നത് ഗൗതം, ഈ എങ്ങാനും UDF അധികാരത്തിൽ വന്ന നമ്മുടെ ഈ മന്ത്രിമാരൊക്കെ പേരുകള് പച്ച പെയിന്റ് അടിക്കും, പച്ച പായസം വീണ്ടും വരും. ഓർമ്മയില്ല? പച്ച ലഡു. തീർച്ചയായിട്ടും കുഞ്ഞാപ്പയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തേ പറ്റൂ. അത് ആ ചർച്ച അവസാനിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് ഉപമുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഈ നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ തന്നെ ഹൈക്കമാൻഡ് പറയുകയാണ്. കാരണം രാഹുൽ ഗാന്ധിക്കും പറയുന്ന പെങ്ങൾക്കും അല്ല പ്രിയങ്കയ്ക്കും എല്ലാം ഇനിയും മത്സരം ജയിക്കണമെങ്കിൽ ഇവിടെ ലീഗ് വേണം. അപ്പോൾ ഒരു തവണ മുഖ്യമന്ത്രിയായിട്ട് കുഞ്ഞാലിക്കുട്ടി 2.5 വർഷം ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേരളത്തിലെ ഏത് കോൺഗ്രസ് നേതാവിന് അത് തള്ളിക്കളയാൻ പറ്റും? ചങ്കൂറ്റമുണ്ടോ ഇത് ചോദ്യം ചെയ്യാൻ? ഏത് കോൺഗ്രസ് നേതാവിന് ചങ്കൂറ്റമുണ്ടാവില്ല. കാരണം രാജശേഖർ റെഡ്ഡിയെ പോലുള്ള രാജശേഖരയുടെ ഭാര്യയ്ക്ക് മണിക്കൂറുകളോളം അവിടെ ഡൽഹിയിൽ പോയിരുന്നത് സോണിയെ കാണാൻ വേണ്ടി ക്യൂ നിൽക്കേണ്ടി വന്നു. പക്ഷെ ഇവിടെ നേരെ തിരിച്ച രാഹുലും പ്രിയങ്കയും പോയി പാണക്കാട്ട് പോയി തങ്ങളെ കണ്ട് ഒരു പച്ച ലഡുവും മേടിച്ചാൽ ഒരു 10 ഷാളിട്ട് പോകുന്ന ഗതികേടാ. അങ്ങോട്ട് വഴങ്ങേണ്ട അവസ്ഥയാണ്. ആണ് ഈ രാജ്യത്ത് ഒരു അഖിലേന്ത്യാ പ്രസിഡന്റ് കാണുമ്പോൾ ഒരു അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന സംസ്ഥാന പ്രസിഡന്റ് എഴുന്നേക്കേണ്ട അവസ്ഥ ലീഗ് മാത്രമേ ഉള്ളൂ. അവിടെ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ രാഹുലിനും പ്രിയങ്കയ്ക്കും എന്റെ ചോദ്യം, എന്തിനാണ് ഈ തന്ത്രപരമായി ലീഗ് KC വേണുഗോപാലിനെ വെട്ടിയിരിക്കുക? അതായത് KC വേണുഗോപാലിനാണല്ലോ വെട്ടിയത്. അതിന് പറഞ്ഞ കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് സംസ്ഥാനത്ത് 2 ഉപതെരഞ്ഞെടുപ്പ് വരും. KC മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ ഇതിനു മുമ്പ് എത്രയോ ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു. പക്ഷേ എന്റെ ചോദ്യം, അത്തരമൊരു നിലപാട് സ്വീകരിച്ചതിലൂടെ KC എന്ന് പറയുന്ന നേതാവിന് വെട്ടുകയല്ലേ അവർ ചെയ്തത്? അല്ലേ ഗൗതം?
തീർച്ചയായിട്ടും അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ശ്യാമും അനൂപ്ജിയും സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് മെയിൻ റീസൺ എന്ന് പറയുന്നത് VD കേന്ദ്രീകരിക്കുക എന്നത് തന്നെയാണ്. കാരണം VD ജമാഅത്തെ ഇസ്ലാമി അനുകൂലിക്കുന്ന നിലപാട്, ദേശീയ പ്രസ്ഥാനങ്ങളെ വിമർശിക്കുന്ന VD നിലപാട്, അപ്പോൾ ഇതെല്ലാം ഈ തീവ്ര മുസ്ലിങ്ങളുടെ കയ്യടി നേടിക്കൊണ്ടിരിക്കുകയാണ്. VD സതീശൻ ഇപ്പോൾ മുസ്ലിം തീവ്രവാദികളുടെ കയ്യടി നേടുന്ന വ്യക്തിയാണ്. രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് ഒരു ഹിന്ദു ഡോമിനേറ്റഡ് ലീഡർ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഹിന്ദുത്വമൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഒരു വ്യക്തി ഒരു അഭിപ്രായമില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും NSS ആയിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന, എപ്പോൾ വേണമെങ്കിലും NSS ആസ്ഥാനത്ത് കയറി ചെല്ലാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതാണ് രണ്ട് പ്രബല സമുദായങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നേരത്തെ ശ്യാമും അനുജിയും രഞ്ജിതനും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് തന്നെയാണ്. അതായത് ഒരു തീവ്ര മുസ്ലിം ഫേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന ലീഗിന്റെ തന്ത്രം. ഞാൻ അതിനൊരു ഏഡം ചെയ്തോട്ടെ, എന്തുകൊണ്ട് കൊടുക്കുന്ന സുരേഷിനെ ഇവര് പരിഗണിക്കുന്നില്ല? എന്തിനാ നിങ്ങൾ KC വേണുഗോപാൽ, VD സതീശൻ, ഈ പറയുന്ന ചെന്നിത്തല എന്ന് മാത്രം പറയുന്നു? ഈ 2024 കോൺഗ്രസ് വലിയൊരു ഒച്ചപ്പാട് ഉണ്ടാക്കി എന്തിനായിരുന്നു? ഒരു ദളിത് മുഖം അല്ല, അതുകൊണ്ട് അല്ല, ലോക്സഭയിൽ ഒരു ദളിത് മുഖം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു വലിയ വാളല്ലേ ഉണ്ടാക്കിയത്. എന്തുകൊണ്ട് നമുക്ക് അഭിമാനത്തോടു കൂടി ഒരു ദളിത് മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നൂടെ ഇവിടെ? ഞാൻ ഒന്ന് ചരിത്രത്തിലോട്ട് പോവാണ്. 1960 PSPയും മുസ്ലിം ലീഗും കോൺഗ്രസുമായിട്ട് കേരളത്തിൽ സഖ്യം ചേരുമ്പോൾ അന്ന് മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിൽ എടുക്കണ്ട എന്ന നിലപാട് കോൺഗ്രസിന്റെ അഖിലിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. കാലം വരുമ്പോൾ അതായത് മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിൽ എടുത്തില്ല, കാരണം ഇതൊരു വർഗീയ പാർട്ടിയാണെന്നും നമ്മുടെ നാട് വിഭജിച്ചൊരു പാർട്ടിയാണെന്നും പറഞ്ഞ കോൺഗ്രസ് ആണ്. ഗതികേട് കാലം ഇങ്ങ് വരുമ്പോൾ, അതായത് കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി ആരാകണമെന്നൊക്കെ ലീഗ് ചർച്ച ചെയ്യുന്ന ഇതിനകത്തൊരു വിഷയം ദർശാമി, ഈ ഞാൻ കുറച്ചു കാലത്തെ ഒരു കോൺഗ്രസിന്റെ രാഷ്ട്രീയം വീക്ഷിക്കുമ്പോൾ ഒരു 2016 വരെ ഈ 3 പേരിൽ ഏറ്റവും അധികം ലീഗിന് താല്പര്യമുണ്ടായിരുന്ന രമേശ് ചെന്നിത്തല. ഏത് നിമിഷം വേണമെങ്കിലും പാണക്കാട് ചെല്ലാനുള്ള സ്വാതന്ത്ര്യവും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിന്നത് കുഞ്ഞാലിക്കുട്ടിയും പാണക്കാടുമാണ്. ഒരു 5 വർഷം കൊണ്ടാണ് ഈ ഒരു അകൽച്ച ഉണ്ടായതും VD സതീശനിലേക്ക് ലീഗ് കേന്ദ്രീകരിക്കപ്പെട്ടത്. തീർച്ചയായും അത് ഗൗതം പറഞ്ഞ പോയിന്റ് തന്നെയാണ്. എന്താണ് VD സതീശന്റെ പോയിന്റ്, എന്താണ് VD സതീശന്റെ ക്വാളിറ്റി? അത് ഇത് തന്നെയാണ്. അത് VD സതീശന്റെ തന്ത്രമാണോ? അത് ഞാൻ മനസ്സിലാക്കുന്നത് VD സതീശൻ, ഞാൻ ഇപ്പോഴും പറയാണ്, വളരെ ഉത്തരവാദിത്തോടു കൂടി തന്നെ പറയാണ്, ഈ എന്റെ ആരോപണം, എന്റെ ആർഗ്യുമെന്റ് VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കളിപ്പാവയാണ്. നിങ്ങളിത് കേട്ടില്ലേ? അതായത് ലീഗിന്റെ ആരെങ്കിലും മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ആ സ്ഥാപനങ്ങളൊക്കെ പച്ചയാകും, പച്ച ലഡുവാകും, പച്ച പായസമാകും. അല്ല, നിങ്ങളാണ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ പറയാതെ തന്നെ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? ഇവിടെ തേനും പാലും അല്ലെങ്കിൽ നെയ്യും പുഴയിലൊക്കെ കൊണ്ടും ഒഴുക്കും. എന്നിട്ട് ഈ ഒഴുക്കി കളയേണ്ട സാധനമൊക്കെ ഇവരങ്ങോട്ട് വിഴുങ്ങും. ഗോമൂത്രവും ചാണകമൊക്കെ ഇവരങ്ങോട്ട് മുഴുങ്ങും. തിന്നേണ്ട സാധനമൊക്കെ വല്ല പുഴയിലൊക്കെ ഒഴുകിക്കളയും. അല്ലാതെ നിന്നെയൊക്കെ കൊണ്ട് എന്ത് പ്രയോജനമാണ് നമ്മുടെ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരിക്കുന്നത്? ഈ പറയുന്ന തെമ്മാടിത്തരത്തിനൊക്കെ എന്താണ് നമ്മൾ മറുപടി കൊടുക്കേണ്ടത്? കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനം ഇത് ചിന്തിക്കണം. ഇവനെപ്പോലുള്ള ചില തലയ്ക്കകത്ത് ചാണകം കയറ്റിവെച്ച വേട്ടാവളിയന്മാർ വന്നിരുന്നുണ്ട്, ഈ സെപ്റ്റി ടാങ്കി വന്നിരുന്നുണ്ട്, ഇങ്ങനെ കുരയ്ക്കുമ്പോൾ ഇവരുടെയൊക്കെ ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രസ്റ്റേഷനാണ് ഈ കാണിക്കുന്നത്. കാരണം കേരളത്തിൽ ലീഗ് 23 സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഭയങ്കര പ്രശ്നമാണ്, ഇത് മറ്റേ പാകിസ്ഥാനാകും എന്നാണ് ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവന്മാർ പറയുന്നത് എന്താ, ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇത് ഇന്ത്യയെ വിഭജിച്ച അല്ലെങ്കിൽ ഇന്ത്യയെ വെട്ടിമുറിച്ച പ്രസ്ഥാനമാണ്. അവരിപ്പോഴും അത് തന്നെയാണ് നിലനിർത്തുന്നത്. എടാ, ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് BJP. ഇവിടുത്തെ ഏറ്റവും വലിയ യൂണിയൻ സംഘടനയാണ് BMS. നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഈ വയനാട് ചൂരൽമലയിൽ വീട് നഷ്ടപ്പെട്ടു പോയവർക്ക് ഒരു വീട് വേണ്ട, ആ വീട്ടിലേക്ക് പാല് തിളപ്പിക്കാനുള്ള ഒരു പാത്രം വാങ്ങിച്ചു കൊടുക്കാൻ നിന്നെപ്പോലുള്ള ഊളകൾക്ക് സാധിച്ചിട്ടുണ്ട്. 51 വീടുകളാണ് ജാതി മതഭേദമന്യേ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ അവർ വെച്ചു കൊടുത്തത്. അതും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ മനോഹരമായിട്ടുള്ള വീടുകൾ. ആ വീട്ടിൽ നിന്നും നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ ഇന്നും മറന്നു പോയിട്ടില്ല അല്ലേ? ഗണപതി ഹോമവും നമസ്കാരവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ട കാഴ്ച. അപ്പം ഇവിടുത്തെ നല്ല ഹൈന്ദവ സഹോദരങ്ങളുണ്ടല്ലോ, എന്നും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന പ്രസ്ഥാനത്തിലെയും പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും ഒരുപാട് അനേകമുണ്ട്. ഇപ്പം CH മുഹമ്മദ് കോയ 58 ദിവസം കൊണ്ടാണ് മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ ഇരുന്നത്. അദ്ദേഹം ആ ഇരുന്ന സമയത്ത് കേരളത്തിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ നിനക്ക് ഗൂഗിൾ എടുത്തിട്ട് ചുമ്മാ ഒന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വന്നിരുന്നുണ്ട് ഒരു സമുദായത്തോടുള്ള അന്ധമായ വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് പച്ച വർഗീയത പറയുന്ന ഇവനെപ്പോലുള്ള മരപ്പട്ടി വാഴകളെയൊക്കെ കാലെ വാരി നിലത്തടിക്കേണ്ട സമയം അധികരിച്ച്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊക്കെ വെറുക്കേണ്ട ജന്മങ്ങൾ. ഇവനൊക്കെ ഭൂമിക്ക് തന്നെ ഭാരമാണ്. കാരണം ആർക്കും ഗുണമില്ലാത്ത ഇവനെപ്പോലുള്ള ഈ ഊളകൾ വന്നിരുന്നുണ്ട് പറഞ്ഞ് തെമ്മാടിത്തരം കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണാം.